പോങ്ങനിലെ ഹിന്ദു ഉണർന്നു എന്നാണ് ഇന്നലെ ഇവിടെ പോങ്ങൻ നടത്തിയിട്ടുള്ള സംസാരം കേട്ട ഒരു പ്രേക്ഷക സഹോദരൻ പോങ്ങനെ അറിയിച്ചത്. വാസ്തവത്തിൽ പോങ്ങനിലെ ഹിന്ദു ഉണർന്നു എന്ന് പറയുന്ന ഒരു അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം എന്റെ അറിവിൽ ഉണരണമെങ്കിൽ ഉറങ്ങണം, കുറഞ്ഞപക്ഷം ഉറക്കം നടിക്കുകയെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ അല്പം മയങ്ങുകയെങ്കിലും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉണർവിലേക്ക് ഉശിരോടുകൂടി ഉയരാൻ പറ്റുള്ളൂ. ഹിന്ദു എന്ന നിലയിലുള്ള പോങ്ങൻ ഒരിക്കലും ഉറങ്ങിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജനിച്ചത് മനുഷ്യനായിട്ടാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഹിന്ദുവായേ മതിയാവൂ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഹിന്ദു ആണോ ഞാനെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഹിന്ദു എന്ന് പറയുന്നത് മനുഷ്യന്റെ പര്യായം മാത്രമാണ്. അതുകൊണ്ട് ഇന്നിലെ മനുഷ്യത്വമായിരിക്കാം കൂടുതൽ ശക്തമായിട്ട് ഒന്നുകൂടി ഊർജ്ജസ്വലമായി ഉണർന്നത്, അല്ലെങ്കിൽ ഉണർവിൽ നിന്ന് വീണ്ടും ഒരു ഉണർവിലേക്ക് ഇന്നലെ ഈ കന്യാസ്ത്രീ സംഭവത്തിൽ വന്നിട്ടുണ്ടാവും. അതാണ് ആ പ്രേക്ഷക സഹോദരൻ വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. എന്നെ ഒരു വർഗീയവാദി ഹിന്ദു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അടയാളപ്പെടുത്താൻ ശ്രമിച്ചതെങ്കിൽ ഞാനൊരു ചെറിയ കാര്യം പറയാം. 2024 ഡിസംബർ മാസം 21 രാവിലെ ഒരു 10 മണിയോടുകൂടി വേണമെങ്കിൽ എന്നിലെ ആ തീവ്രവാദി ഹിന്ദുവിന്, അതല്ലെങ്കിൽ കൊടും വർഗീയവാദിയായിട്ടുള്ള ഹിന്ദുവിന് വേണമെങ്കിൽ ഉണരാൻ പറ്റുമായിരുന്നു. കാരണം ഞാനിവിടെ ഈ മുറിയിൽ എന്റെ ജോലികളുമായിട്ടിരിക്കുന്നു. ആ സമയത്ത് വലിയൊരു ശബ്ദം, കോലാഹലം, അത് കേട്ടുകൊണ്ട് പെട്ടെന്ന് വെപ്രാളത്തിൽ ഞാൻ ചാടി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ബോധ്യം വരുന്നു, ഇതൊരു കോലാഹലമല്ല, മഹത്തായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ശബ്ദരൂപമാണെന്ന്. ഞാൻ പോയി ഗേറ്റിന്റെ അവിടെ നിന്ന് റോഡിന്റെ മറുവശത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു 10-15 സ്ത്രീകൾ ഒരു ചെറിയ സ്പീക്കറും നിലത്ത് വെച്ചിട്ടുണ്ട്, റോഡിന്റെ ആ ഒരു വശത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അലോസരം ഉണ്ടാക്കുന്നില്ല. ശബ്ദമലിനീകരണം എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പ്രാർത്ഥന എന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. പക്ഷേ ആ വെയിൽ കൊണ്ട്, ഇളം വെയിൽ കൊണ്ട്, രാവിലെ 10 മണിയുടെ വെയിൽ കൊണ്ട് ആ സ്ത്രീകൾ അവിടെ നിന്ന് അങ്ങനെ അധ്വാന പുരസ്സരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മതപ്രചാരണം മാത്രമാണ്. ഞാനതിൻ്റെ വീഡിയോ പകർത്തി. അതുകൊണ്ടാണ്, വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തത് കൊണ്ടാണ് എനിക്ക് 2024 ഡിസംബർ മാസം 21 രാവിലെ 10 മണി മുതലാണ് ഈ പരിപാടി തുടങ്ങി എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റിയത്. ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് കണ്ട ഒരു പ്രായം ചെന്ന സ്ത്രീ ഈ റോഡ് മുറിച്ച് കടന്ന് എന്റെ അടുത്തേക്ക് വന്നു. ഒരു 10-65 വയസ്സുണ്ടാവും അവർക്ക്. അവർ വന്ന പാടെ ഒരു ബുക്ക് തന്നു, ഒരു ചെറിയ ഒരു കുഞ്ഞു ബുക്ക് തന്നു. അവരെന്നോട് പറയണം, അപ്പാപ്പ സ്വർഗത്തിലേക്കൊക്കെ പോകേണ്ടതല്ലേ, പ്രാർത്ഥനയ്ക്ക് കൂടണം എന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. എനിക്ക് ആ ഭാഷ കൃത്യമായിട്ട് മനസ്സിലായില്ല. കാരണം ഈ ബഹളം, ഈ പ്രാർത്ഥനയുടെ ബഹളം ഒരു വശത്ത് നടക്കുന്നു. അവർ ഗേറ്റിനോട് ചേർന്ന് തലയിങ്ങനെ, ഞാൻ ഗേറ്റ് തുറന്നു കൊടുത്തില്ല, ഈ മതിലുകളിൽ നാരായണീയമായിട്ട് ബഷീർ സംസാരിച്ചതുപോലെ ഞങ്ങൾ ഗേറ്റിനപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് ഈ 60-കാരിയായിട്ടുള്ള ആളുടെ ഈ അപ്പാപ്പ വിളിയും കേട്ടുകൊണ്ട് ഞാൻ നിന്നു. പ്രാർത്ഥിക്കട്ടെ, വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം. ഇത്രയും കാലം ജീവിച്ചില്ലേ, നന്നായിട്ട് ജീവിച്ചില്ലേ, ഇനി സ്വർഗത്തിലെത്തുമ്പോഴും അവിടെയും വേണ്ടേ നല്ല ജീവിതം, അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞതാണ്. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അവരുടെ മുഖമുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഞാനത് അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ചെയ്യുന്നില്ല. ഇനി അത്ര നിർബന്ധമാണെ കാണിക്കാം. അപ്പോൾ ഞാനീ പറയുന്നത്, എന്നിലൊരു വർഗീയവാദി തീവ്രവാദി ഹിന്ദു ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്താണ് ഉണരേണ്ടത്. ഞാൻ അവരോട് പറഞ്ഞു, ഇതാണ് എൻ്റെ സ്വർഗം. ആ വർത്തമാനമാണ് ഇന്നലത്തെ വീഡിയോയുടെ അവസാനം പറഞ്ഞത്. ഇതാണ് എൻ്റെ സ്വർഗം, ഞാൻ മരിച്ച സ്വർഗത്തിലേക്ക് പോകാൻ പോകുന്ന ഒരാൾ അല്ല. മോളെ എന്നെ അപ്പാപ്പ എന്ന് വിളിച്ചതുകൊണ്ടാണ് ഞാൻ 60-നപ്പുറം കടന്നു നിൽക്കുന്നവരെ മോളെ എന്ന് വിളിച്ചത്. വേറെ ഒന്നും മുന്നിൽ ചേർത്തിട്ടുമില്ല, വെറും മോളെ, സ്നേഹത്തോടു കൂടി തന്നെ മോളെ എന്ന് വിളിച്ചു. മോളെ, ഞാൻ സ്വർഗത്തിലേക്ക് മരിച്ചു പോകാൻ പോകുന്ന ഒരാളല്ല, ഞാൻ ജനിച്ച സ്വർഗത്തിലേക്ക് വന്ന ആളാണ് എന്ന് ഇന്നലെ ഞാൻ സംസാരിച്ച ആ ഡയലോഗ് ഈ പറയുന്ന ഈ മോൾക്ക് ഞാൻ കൊടുത്തതാണ്. 60-കാരി മോൾക്ക് ഞാൻ കൊടുത്തതാണ്. എന്നെ അപ്പാപ്പ എന്ന് വിളിച്ച് എന്നെ മതം മാറ്റാൻ സാധിക്കുമോ? എൻ്റെ നര കണ്ടുകൊണ്ട് ഇനി കഴിഞ്ഞു, ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇനി മേളിലോട്ട് പോകേണ്ടവനാണ് എന്ന ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഹിന്ദു എന്നുള്ളതല്ല, തീവ്രവാദി ഹിന്ദു എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ച് പ്രായമാകുന്നത് ചിന്തിക്കാൻ പോലും പരിഭ്രമമുള്ള എന്നെ 60 കഴിഞ്ഞ ഒരു അമ്മച്ചി വന്നിട്ട് അപ്പാപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് എന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീവ്രവാദി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഗേറ്റ് തുറക്കും. ഇപ്പോൾ ഞാൻ പൂജപ്പുര സെൻട്രൽ ജയിലിലും കിടക്കും. ഞാൻ ഇന്നലത്തെ സംസാരത്തിനകത്ത് വർഗീയതയല്ല പറഞ്ഞത്. BJPയുടെ നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഇവരൊക്കെ പെട്ടെന്ന് തന്നെ കോടതിയിലിരിക്കുന്ന ഒരു കാര്യമാണ്. ഛത്തീസ്ഗഡിൽ നമുക്ക് എത്തി നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. കൃത്യമായ രീതിയിൽ ഇതിനകത്ത് യാതൊരു വിധത്തിലുമുള്ള കുഴപ്പങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ആ കന്യാസ്ത്രീകൾ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതി പരിശോധിച്ചോളും. അത് അത്രയ്ക്കും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായി കണ്ടാൽ മതി. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ആവേശത്തോടുകൂടി നമ്മുടെ ഈ സംസ്ഥാനത്തിലെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്നുണ്ട് എങ്കിൽ പോലും അവർ ആ ഛത്തീസ്ഗഡിൽ പോകുന്നു, അവർ ഇത്രമാത്രം വെപ്രാളപ്പെടുന്നു? എന്താ കാര്യം? വോട്ട് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ്. വോട്ട് ദാഹികളായിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. അല്ലാതെ കന്യാസ്ത്രീകളോട് ആർക്കെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
ആ കന്യാസ്ത്രീ സമൂഹത്തിൻ്റെ വോട്ടിനോടുള്ള ആർത്തി കൊണ്ട് തന്നെയാണ്. കാരണം അധികാരം നേടണം, വോട്ട് വേണം. അതല്ലാതെ ജനനന്മയ്ക്ക് വേണ്ടിയിട്ടോ മനുഷ്യൻ എന്ന നിലയ്ക്കോ, അല്ലെങ്കിൽ രണ്ട് കന്യാസ്ത്രീകൾ അപകടത്തിൽപ്പെട്ടതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ അപകടത്തിലല്ല, നിയമപരമായി നിയമത്തിൻ്റെ സംരക്ഷണയിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറ്റവാളികളല്ല എന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വന്നോളും. നമ്മൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കുറ്റവാളികളാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ വഴിക്ക് പോകുമായിരിക്കും. അത് കോടതിയിലിരിക്കുന്ന കാര്യമാണ്. അതിനുള്ള പാകത നമ്മൾ കാണിച്ചാൽ മതി. ഇനി മനുഷ്യത്വത്തിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ആ ഉത്തരേന്ത്യയിൽ രണ്ട് സന്യാസിമാർ കാഷായമാണ് ഇട്ടിരുന്നത്. വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുന്ന രണ്ട് സന്യാസിമാരാണ്. കഷ്ടിച്ച് നടക്കാം, കഷ്ടിച്ചല്ല, നന്നായിട്ട് നടക്കും, നടന്നു തന്നെയാണ് അവർ സഞ്ചരിക്കുന്നത്. തല്ലിക്കൊന്നില്ലേ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയോ? ഇവിടുത്തെ സാംസ്കാരിക നായകൾ കുരച്ചോ? ലെഫ്റ്റ് ലിബറലുകൾ മെഴുകുതിരിയുമായി പാതവക്കിലേക്ക് ചാടിയോ? ഒന്നുമില്ല. രണ്ട് മനുഷ്യരല്ലേ ഇല്ലാതായത്. നിങ്ങൾ എന്തിനാ അതിനകത്ത് മതം കാണുന്നേ, അതിനകത്ത് കാവ്യ കാണുന്നേ? അപ്പൊ കാവ്യ ചുറ്റിയവനാണ്, സന്യാസിയാണ്, അതൊക്കെ പോകേണ്ടതാണ് എന്ന് പറയുന്ന വിചാരം ആർക്കാ ഉണ്ടായിരുന്നത്? രാജീവ് ചന്ദ്രശേഖരന്റെ ഒക്കെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് BJP എന്ന് പറഞ്ഞാൽ വലത് കമ്മികൾ മാത്രമാണ്. വലത് കമ്മികൾ അങ്ങനെയാണോ പറയണ്ടേ? ഛത്തീസ്ഗഡ് ഭരിക്കുന്നതാരാ? അപ്പോൾ അവരെയും കൂടി തള്ളി പറയുന്നു അല്ലേ? വലത് കമ്മികളാണ്. ആ രീതിയിലാണ് പോങ്ങൻ മനസ്സിലാക്കുന്നത്. എനിക്കത് പറയാൻ ഭയമൊന്നുമില്ല. ഇപ്പോൾ വോട്ട് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കിടന്ന് ഈ ആളുകളൊക്കെ പരാക്രമപ്പെടുന്നത്. അതേപോലെ തന്നെ നഷ്ടം എനിക്കിവിടെ സംഭവിക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ നഷ്ടം എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. പോങ്ങനെ കാണുന്നവരിൽ ഒരു 40% ആളുകളെങ്കിലും ക്രൈസ്തവ സഹോദരന്മാരാണ് അല്ലേ? ഞാൻ അവരെ സുഖിപ്പിക്കാൻ മറന്നുപോയതല്ല. അല്ലെങ്കിൽ എന്നിലെ ഹിന്ദു അങ്ങോട്ട് ഉണർന്നത് കൊണ്ട് ഞാൻ മറന്നതല്ല. വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇവരുടെ സംസാരത്തിൽ, ഈ രാഷ്ട്രീയ കക്ഷികളുടെ സംസാരത്തിൽ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു തോന്നിപ്പും ആരും പകരുന്നില്ല. ഇവർ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല. അത് കോടതി പറഞ്ഞോളൂ. അതുവരെ ഞാൻ കാത്തിരിക്കാം. പിന്നെ ഇവിടെ ഇന്ത്യയിൽ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് മിഷണറിമാരാണ് എന്ന് പറയുന്ന തരത്തിൽ ഒരു വലിയ വർത്തമാനം ഇന്ന് എന്റെ കമന്റ് ബോക്സിൽ കണ്ടു. ഞാൻ അയാൾക്ക് മറുപടി കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. ഇത് അറിവിന്റെ നാടായിരുന്നു, അറിവിന്റെ നാടാണ്. ഈ മതങ്ങൾ ഉണ്ടാവുന്നതിനും മതസ്ഥരുണ്ടാവുന്നതിനും മതദൈവങ്ങൾ ഉണ്ടാവുന്നതിനും മുന്നേ തന്നെ ഈ നാട്ടിൽ മനുഷ്യരുണ്ടായിരുന്നു, ഇവിടെ അറിവുണ്ടായിരുന്നു. പിന്നെ പള്ളിക്കൂടം കൊണ്ടുവന്നു എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. അത് എൻ്റെ മര്യാദ. നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദു ഉണർന്നു എന്ന് നിങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയിപ്പിക്കുന്നില്ല. എൻ്റെ അറിവിൽ മിഷണറി പൊസിഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമുക്കിവിടെ കൊണ്ടുവന്നു. വാത്സ്യായന മഹർഷി കാമശാസ്ത്രം എഴുതിയിട്ടുണ്ട്. കേളികൾ പലതുണ്ട് നമുക്കിവിടെ. പക്ഷെ അതൊക്കെ പാപമാണ്. മിഷണറി പൊസിഷൻ മാത്രമേ ആചരിക്കാവൂ പ്രത്യുൽപാദന ലക്ഷ്യത്തോടു കൂടി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നതും തീർച്ചയായിട്ടും അതിന് മിഷണറി പൊസിഷൻ എന്ന് തന്നെയാണല്ലോ അതിന് പറയുന്നത് അല്ലേ? ലൈംഗികത പാപമായിരുന്നു എന്ന് വിചാരിച്ചൊരു നാടല്ല നമ്മുടേത്. ക്ഷേത്ര ചുവരുകളിൽ കലകളാണ് കൊത്തിവെച്ചിരുന്നത്. ഇവിടെ ഇച്ചിച്ചി പരിപാടി ആയിരുന്നില്ല അത്. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. മതപരിവർത്തനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്നാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത്. പിന്നെ ഞാനൊരു മതവിരോധിയൊന്നുമല്ല. ഇന്നും ഞാൻ ആഹാരം കഴിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തീർച്ചയായിട്ടും ഒരു ക്രൈസ്തവ വിശ്വാസിയായിട്ടുള്ള സ്ത്രീ ഉണ്ടാക്കി തരുന്ന, ഒരു ചേച്ചി ഉണ്ടാക്കി തരുന്ന ആഹാരമാണ് ഞാൻ കഴിക്കുന്നത്. ഇന്ന് രാവിലെയും അടുക്കളയിൽ കാപ്പിയിടാൻ പോകുമ്പോൾ കേൾക്കുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ അവർ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. സന്തോഷം മാത്രമേ ഉള്ളൂ. അമ്മ കിടക്കുന്നതിനോടൊപ്പം ചേർന്ന് അവരൊരു ബൈബിൾ കൊണ്ട് വെച്ചിട്ടുണ്ട് കട്ടിലിൽ. അത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ പോങ്ങൻ മാനിക്കുന്നവനാണ്. അവരവരുടെ വിശ്വാസത്തിൽ പോകുന്നതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ദൈവം മോശം, ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ദൈവത്തിലും ഞാൻ കാണുന്നത് മനുഷ്യത്വം മാത്രമാണ്, അല്ലെങ്കിൽ തേടുന്നത് മനുഷ്യത്വം മാത്രമാണ്. എല്ലാ ദൈവങ്ങളും മനുഷ്യത്വമുള്ളവരായിരിക്കണം അല്ലേ? അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ ചേച്ചിയുടെ പ്രാർത്ഥന എനിക്കിഷ്ടമാണ്. അവരതിൽ ആത്മാർത്ഥമായി മുഴുകി പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നേ. പക്ഷേ ഇത് തെമ്മാടിത്തരമാണെന്നാണ് പറഞ്ഞത് മതപരിവർത്തനം എന്ന് പറയുന്നത്. അതിന് വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കേണ്ടത് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന BJP ആണ്. അവർക്കാണ് ചെയ്യാൻ എന്തെങ്കിലും പറ്റുക. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അധികാരം തേടാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളം BJP പോലുള്ള കേരളത്തിൽ BJP കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വലത് കമ്മികളുടെ സ്വഭാവമാണ്. അതിനകത്ത് ഹിന്ദുക്കളെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരും ഹിന്ദുക്കളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്, എല്ലാ രാഷ്ട്രീയ കക്ഷികളും. കാരണം ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ സംഘടിത ബുദ്ധിയില്ലാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് സംഭവിക്കുക. ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പോകുന്നതെന്ന് പറയാം, എന്നിട്ട് ഞാൻ നിർത്താം. ഇതിൻ്റെ വിശാലമായ അർത്ഥത്തിലുള്ള സംസാരം വരുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും ലളിതമായ ഒരു കാര്യം, നമ്മളുടെ തന്നെ അനുഭവം നോക്കുക. ഞാൻ ഇന്നലെ ആ സംസാരം നടത്തുന്നു.
ഒരു 15-16 ആളുകൾ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പോങ്ങനെ ഇട്ടിട്ട് പോയി. കാഴ്ച മതിയാക്കി പോയി. 4 വർഷം പഴക്കമുള്ള കാഴ്ചക്കാരൻ വരെ നഷ്ടപ്പെട്ടു എനിക്ക്. ക്രൈസ്തവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയുമൊക്കെ ഈ മതപരിവർത്തനത്തിന്റെ കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം ഞാൻ നമ്മുടെ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ ശതമാനം, ക്രൈസ്തവ സമൂഹം തളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിരുന്നു. ഞാൻ ഹൈന്ദവനല്ല ക്രൈസ്തവനാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഞാൻ പാലാക്കാരനാണ്. എൻ്റെ ഈ ശരീരത്തിൽ പാലയിൽ അമ്മച്ചി വിളമ്പി തന്ന, എൻ്റെ അമ്മയല്ല അമ്മച്ചി വിളമ്പി തന്ന ഒരുപാട് ആഹാരം ഇതിനകത്ത് എൻ്റെ ഈ മാംസപിണ്ഡമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഞാൻ ഒരു പകുതി ക്രൈസ്തവനും കൂടിയാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവൻ എന്ന് പറഞ്ഞത്. എന്ന് കരുതിക്കൊണ്ട് സത്യം പറയാൻ എന്തിനാണ് മടിക്കുന്നത്? അതിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഈ നഷ്ടം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുമെന്നറിഞ്ഞുകൊണ്ട് സത്യം പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു കിഴങ്ങനായതുകൊണ്ടല്ല, വെറും പോങ്ങനായതുകൊണ്ടല്ല, മനഃപൂർവ്വമാണ് പറയുന്നത്, സത്യമാണ് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു. ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു അപ്രിയം വന്നാൽ പോലും പിണങ്ങിപ്പോവാൻ കഴിയുന്ന അത്രയും മതപ്പറ്റ് അവരുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ പോയവരെ കുറിച്ച് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് എത്ര മനോഹരമായിട്ടാണ് ഒരു ക്രൈസ്തവ നാമധാരി പോങ്ങൻ പറഞ്ഞത്. പോങ്ങന് മാത്രമേ പറയാൻ പറ്റൂ, അതുപോലെ പോങ്ങന്മാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു. അതുപോലുള്ള മനുഷ്യരുമുണ്ട്. അതൊക്കെയാണ് ഈ പോങ്ങ ബുദ്ധിയുള്ള മനുഷ്യർ. അപ്പോൾ പിണങ്ങിപ്പോയ ആളുകൾ എന്ന് പറഞ്ഞാൽ മതപ്പറ്റുള്ളവരായിരുന്നു. അവർക്ക് സന്തോഷം നൽകുന്ന വർത്തമാനം എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് അവർ ഇവിടെ നിന്നിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു വർത്തമാനം ഇഷ്ടപ്പെടാതെ പോയപ്പോൾ ശത്രുതാപരമായിട്ടുള്ള മനോഭാവത്തോടുകൂടി അവർ നമ്മളെ ഇട്ടിട്ട് അങ്ങ് പോയി. അതിൻ്റെ പേരിൽ വിഷമമില്ല. കുറേ പേര് കൊഴിയണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലെ ഹിന്ദു ഉണർന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരെയും ഒരാൾ പോകുമ്പോൾ ഒരൊറ്റ ഹിന്ദു പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ കൂടുതൽ കാഴ്ചകൾ നൽകിക്കൊണ്ടോ ഒരു പ്രോത്സാഹനം നൽകിയിട്ടില്ല. അത് തേടുന്നുമില്ല, അത് നേടാൻ ശ്രമിക്കുന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് സംഘടിത ബുദ്ധിയുടെയും മനോഭാവത്തിൻ്റെയും വ്യത്യാസമാണ്. ക്രൈസ്തവർ തീർച്ചയായിട്ടും അവരുടെ ജീവിതം അവർ കരുപ്പിടിപ്പിക്കുന്നത് അവരുടെ ആ സംഘടിത ബുദ്ധി കൊണ്ട് തന്നെയാണ്. കാരണം അവർക്ക് അനിഷ്ടമായിട്ടുള്ള ഒരു സംസാരം നടത്തിയ ഒരാളോട് മുൻപെന്തയാൾ നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു അപ്രിയത്തിൻ്റെ മേൽ പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അത് അവരുടെ അത്രയും മതപ്പറ്റുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഒരു ഹിന്ദുവിന് ഇയാൾ നമ്മളുടെ എന്നല്ല, നമ്മുടെ പക്ഷം എന്നല്ല പറയുന്നത്, ശരിയുടെ ഒരു പക്ഷത്ത് നിന്നാണല്ലോ ഇയാൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോങ്ങനെ ഒന്ന് പരിഗണിക്കാൻ ഒരു ഹിന്ദുവും തയ്യാറാവുന്നില്ല. അതാണ് ഹിന്ദുവും മറ്റ് ഇതര മതസ്ഥരും തമ്മിലുള്ള വ്യത്യാസം. ഹിന്ദു ആയിട്ടിരുന്നാൽ മതി. ഞാൻ ഹിന്ദുക്കളുടെ പ്രിയം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടല്ല നാവാട്ടുന്നത്. എൻ്റെ നാവാട്ട് അവർക്ക് അനുകൂലമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് ആ വിഷയങ്ങളിൽ ശരിയുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഹിന്ദുക്കളുടെ പരിഗണനയോ അല്ലെങ്കിൽ സംഘികളുടെ തലോടലോ എനിക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ. മതപരിവർത്തനം എന്ന് പറയുന്ന ഒന്നുണ്ട്, തീർച്ചയായിട്ടും അത് നിർബാധം ഇവിടെ തുടർന്നുകൊണ്ടും ഇരിപ്പുണ്ട്. ഈ ഒരു വിഷയത്തിൽ അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംഘികൾ വലത് കമ്മികളാണ്. ഒരു കാരണവശാലും അവരെ ഹിന്ദു സമൂഹത്തിന് ഒരു നിലയിലും ആശ്രയിക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകളെ ആശ്രയിക്കാൻ പറ്റുമോ? ഇല്ല. ആലോചിക്കരുത്, ചതിക്കും. കൊങ്ങികളെയോ? ഒരു രക്ഷയുമില്ല. ഇവരാരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഹിന്ദുക്കൾ അങ്ങ് തീർന്നു പൊക്കോട്ടെ എന്ന് വിചാരിക്കാൻ പോലും ഈ ദുഷ്ടക്കൂട്ടങ്ങൾ സമ്മതിക്കില്ല. ഹിന്ദുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് അവനവൻ്റെ കാര്യം നോക്കാൻ വേണ്ടി കുറേ ആളുകൾ ഹിന്ദു ഭക്തരായി ഹിന്ദു ദാസരായി മാറിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ചില കച്ചവട ബുദ്ധിയുള്ളവർ ഹിന്ദുവിനെയും ക്രിസ്ത്യാനികളെയും ഒരുമിച്ച് സേവിച്ചുകൊണ്ട് ലാഭമുണ്ടാക്കുന്നു. അത് പിന്നെ കച്ചവട ബുദ്ധിയാണ്. കച്ചവടക്കാരെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഹിന്ദുക്കൾ ഇതിലൊക്കെ പോയി വീണ് കൊടുക്കുന്നല്ലോ, പാവം ഹിന്ദുക്കൾ ഇതിലൊക്കെ വീണ് കൊടുക്കുന്നല്ലോ എന്നുള്ള സങ്കടം മാത്രമേ പോകാനുള്ളൂ. എന്തായാലും ഒരു കാര്യം പറയാം, ഞാൻ ഈ സംസാരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രത്തോളം തിരിച്ചടികൾ ലഭിക്കുമ്പോഴും എത്രത്തോളം അവഗണനകൾ നേരിടുമ്പോഴും ഞാൻ ഈ സംസാരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ കേവല സംസാരം പോലും രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് പറയുന്ന ബോധ്യത്തിൽ നിന്നാണ്. അതായത് ഒരു നാടിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ, മുന്നോട്ട് പിന്നാക്കം വലിക്കുന്നതല്ല, മുന്നോട്ട് ഒരു സമൂഹത്തെ, ഒരു രാഷ്ട്രത്തെ നല്ലതായി മാറണം എന്ന് പറയുന്ന ആഗ്രഹത്തോടുകൂടി സംഭവിക്കുന്ന ഒരു ചിന്തയാവട്ടെ, ഒരു സംസാരമാവട്ടെ, അതെത്ര ചെറിയ ആയിക്കോട്ടെ, ആ ചെറിയ പ്രവൃത്തി, ആ ചെറിയ സംസാരം, ആ ആലോചന, ആ ചിന്ത, അതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്.
അതുകൊണ്ട് പോങ്ങനും ഇവിടെ നടത്തുന്നത് വെറും ചപ്ലാച്ചി അടിയല്ല, കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. ഇവിടെ ജനിക്കുന്ന മനുഷ്യർക്ക് മനുഷ്യരായി തന്നെ ജീവിക്കാനും മനുഷ്യരായി തന്നെ മരിച്ചു പോകാനും കഴിയുന്ന സാമൂഹ്യ സാഹചര്യം ഒരുക്കാൻ സാധിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ. നമ്മുടെ പൗരന്മാരായി മാത്രം കാണുന്ന രാഷ്ട്രീയക്കാരെ, അവരെ ഹിന്ദുക്കളായിട്ടോ ക്രിസ്ത്യാനികളായിട്ടോ മുസൽമാന്മാരായിട്ടോ കാണാതെ പൗരന്മാരായി മാത്രം കണ്ടു സേവിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവൂ എന്ന് പറയുന്ന ഉത്തമ ബോധ്യത്തോടുകൂടി പോങ്ങനിവിടെ കിടന്ന് നാവാട്ടുന്നതാണ്. നിങ്ങൾ ആരെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഈ സാങ്കേതിക സൗകര്യം എനിക്ക് ഗൂഗിൾ ഒരുക്കി തരുന്നിടത്തോളം കാലം, പ്രകൃതി എൻ്റെ ജീവൻ എടുത്തുകൊണ്ട് പോകാത്തിടത്തോളം കാലം, എൻ്റെ ഓർമ്മ എൻ്റെ തലയിൽ തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ കുരച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ കുര എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. ഈ നാട്, ഈ സമൂഹം മുന്നോട്ട് പുരോഗതിയിലേക്ക്, പുരോഗമന ബുദ്ധിയിലേക്ക്, പരിഷ്കൃത ഭാവത്തിലേക്ക്, മാനവികതയിലേക്ക്, മര്യാദയിലേക്ക്, സഹജീവി സ്നേഹത്തിലേക്ക്, സഹിഷ്ണുതയിലേക്ക്, സമാധാന സുന്ദരമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള സുന്ദരമായ ഒരു സമൂഹമായി മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വരേണ്ടവർക്ക് വരാം, പോകേണ്ടവർക്ക് പോകാം. പക്ഷേ ഈ മാനസികാവസ്ഥയിൽ വരുന്നവർ പോങ്ങനെ വിട്ടു പോകില്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. പോങ്ങൻ ഈ വിഷയത്തിൽ ഇനിയും ഞാൻ സംസാരിക്കും, കാരണം സംസാരിക്കേണ്ടതുണ്ട്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രീയം എന്ന് പറയുന്നത് മതത്തിലേക്ക് പരിവർത്തിതമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് മതമേലധ്യക്ഷന്മാർക്കും മതസംഘങ്ങൾക്കും കൃത്യമായും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നിലയിലേക്ക് ജനാധിപത്യം മാറിപ്പോകുന്നതിലുള്ള ആശങ്ക ഞാൻ ഉറക്കെ പങ്കുവയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസാരം ഇവിടെ നിർത്തും. നാളെ ഞാൻ തുടരും. സംഘികളോടും അതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തോടും ഹിന്ദുക്കളെ സേവിക്കാൻ പോകുന്ന സംഘടനകളോടും തീർച്ചയായിട്ടും പോകാൻ ഒരു വലിയ അഭ്യർത്ഥന ചെറിയ വാക്കുകളിൽ പറയാനുണ്ട്. അത് ഞാൻ നാളെ നടത്തും. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, വർഗീയതയല്ല പറഞ്ഞത്. മതപരിവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന കാര്യമാണ്. അത് ക്രൈസ്തവർ മാത്രമല്ല നടത്തുന്നത്. അതുകൊണ്ട് അവരെ മാത്രം കുറ്റപ്പെടുത്തിയതല്ല. കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സാഹചര്യം എന്ന് പറയുന്നത് അവർക്കെതിരായത് കൊണ്ടാണ് അവർ ജയിലിലെത്തിയതെന്നും കോടതി അവർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നതെന്നും കൂടുതൽ പരിശോധനകൾ നടത്തി അവർ കുഴപ്പക്കാരല്ല, അവർ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സുരക്ഷിതമായി സന്തോഷമായി തിരിച്ചു വരും എന്ന് പറയുന്ന ഒരു വിശ്വാസത്തോടുകൂടി മതപരിവർത്തനമുണ്ട് എന്നും BJP-ക്കാരടക്കമുള്ള ആളുകൾ ഛത്തീസ്ഗഡിൽ പോയി കാണിച്ചു കൂട്ടുന്നത് പ്രീണനമാണ് എന്നുമുള്ള എൻ്റെ ബോധ്യത്തിൽ നിന്നാണ്. അതിനകത്ത് മനുഷ്യത്വമില്ല. മനുഷ്യത്വം ഉണ്ടായിരുന്നുവെങ്കിൽ കന്യാസ്ത്രീ വേഷത്തിൽ എത്തിയിരിക്കുന്ന 2 കേരളീയ സ്ത്രീകളെ, അവർക്ക് നേരിട്ട ഈ ദുര്യോഗം കണ്ട് നിങ്ങൾ വേദനിച്ചുവെങ്കിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ്, അധികകാലമൊന്നുമായില്ല, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പുഞ്ചിരിയോടുകൂടി തല്ലുകൊണ്ട് മരിച്ചുപോയ, കൊല്ലപ്പെട്ട ആ 2 സന്യാസിമാരെ ഓർത്ത് ഇവിടെ എന്തേ ഒരു അനക്കവും ആരും നടത്താതിരുന്നത്? അതും അന്യനാട്ടല്ലേ, അതും വടക്കേ ഇന്ത്യയിലല്ലേ? എന്തേ നിങ്ങൾ ആരും ഒന്നും പറയാതിരുന്നത്? പോങ്ങൻ കുരച്ചിരുന്നു കേട്ടോ, പോങ്ങൻ കുരച്ചിരുന്നു. അന്നും എന്നെ സംഘിയെന്ന് വിളിച്ചു. സംഘികൾ സംഘിയെന്ന് വിളിച്ചില്ലെങ്കിലും നാട്ടുകാരെന്നെ വിളിച്ചു. എനിക്ക് കെടുതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ സംസാരം കൊണ്ട്. എന്നാലും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം തീർച്ചയായിട്ടും ഇത് ജനസേവന വ്യവസായികൾ കട്ടുമുടിച്ചു കൊണ്ടിരിക്കുന്ന, അതിന് കക്ഷി രാഷ്ട്രീയമില്ല. അത് കൃത്യമായ ബോധ്യം എനിക്ക് വന്നു. ആ ബോധ്യത്തിൽ നിന്നെന്താ പറയുന്നത്? വേവലാതിയോടെ പറയുകയാണ്, എല്ലാം കള്ളന്മാരാണ്. അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ നാളെ സംസാരിക്കും. വളരെ സ്നേഹം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. ആർക്കെങ്കിലും വരാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടന്നു വരിക. പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ പോവുക. പോക്കും വരവും ഉണ്ടാവും. ഒഴുക്കുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും വളരെ സന്തോഷം. അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. സ്നേഹം. ടാറ്റ.